ഹായ് ഹലോ. അപ്പം ഞാൻ നിൽക്കുന്നത് മുള്ളൂർക്കരയിലാണ്. മുള്ളൂർക്കരയിൽ നമ്മൾ ഇന്ന് ഒരാളുടെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനടി നമുക്കുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ഫിലോമിന. അപ്പോൾ ഫിലോമിനയ്ക്ക് മുള്ളൂർക്കരയിൽ ഒരു പഴയ തറവാടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ആ വീട് കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മുള്ളൂർക്കര അമ്പലംകുന്ന് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ താഴത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്നതാണ് ഫിലോമിനയുടെ പണ്ടത്തെ വീടെന്ന് പറയുന്നത്. അപ്പോൾ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. നമ്മുടെ ബാക്കിൽ കാണുന്നത് ഒരു ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. ഇത് കുറേ വീടുകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ആൾ താമസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ചെരുപ്പുകളൊക്കെ ആ ഏറിയത്ത് കിടക്കുന്നുണ്ട്. ഒരു പഴയ മോഡൽ വീടാണ്, പണ്ടത്തെ പഴയ മോഡൽ വീടാണ്, പണ്ടത്തെ വാർക്ക വീടാണ്, വാർത്തിട്ടുള്ള വീടാണ്. അപ്പോൾ ചെറിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗേറ്റ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അതാണ് നമ്മുടെ ഫിലോമിനയുടെ പണ്ടത്തെ തറവാട് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ കുറച്ചങ്ങ് മാറിയിട്ട് അമ്പലത്തിൻ്റെ അപ്പുറത്തൊരു വീടും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ സ്ഥലം വേറെ ആരോ വാങ്ങിച്ച് അവിടെ ആൾതാമസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വീട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം ആൾതാമസം ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പം ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. ഈ വീട്ടിലായിരുന്നു പണ്ട് നടി താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിലോമിന ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടയൽപക്കത്തുള്ള ഒരു ചേട്ടനെ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടി. ചേട്ടൻ ഒരു വ്ലോഗറും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫിലോമിന ചേച്ചിയുടെ പണ്ടത്തെ വിശേഷങ്ങൾ ചേട്ടനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഫിലോമിന ചേച്ചി വലിയൊരു നടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിനെ നമുക്ക് ഓർമ്മ വരുന്നത് തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, ആ ഒരു ഡയലോഗിലാണ്. അപ്പോൾ ചേട്ടൻ്റെ തൊട്ടയൽവാസിയും കൂടിയാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഫിലോമിനേച്ചറെ ഇപ്പോൾ താമസിക്കുന്നുണ്ടായിരുന്നത്. അവർ ഏറ്റവും ആദ്യം വലപ്പാടായിരുന്നു. ഒരു 3 സഹോദരിമാരുണ്ടായിരുന്നത്. അതായത് മേരി ചേച്ചി, കൊച്ചൻ ചേച്ചി, ഫിലോമിനേച്ചി. അതിലെ 3 പേരിപ്പോൾ കാലയവനികളിൽ മറഞ്ഞു പോയി അവർ. അപ്പോൾ അവർ മദ്രാസിലായിരുന്നു ഉണ്ടായിരുന്നത്. വാർദ്ധക്യ കാലത്തൊക്കെ ഇവിടെ ബന്ധുവീട്ടിലൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷെ എന്നാലും അവസാന നാളുകളിലൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ബാബു എന്ന് പറഞ്ഞൊരു മകനുണ്ട്. അവർ മദ്രാസിലാണ് ഫിലിം പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. നല്ല കോമഡിയാണ്. അതായത് നമ്മൾ സിനിമയിലുള്ള അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർ ജീവിതത്തിലും പകർത്തി നൽകിയത്. കാരണം നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അമ്മ അതേപോലെ തന്നെ നമ്മുടെ ഇതൊക്കെയായിട്ട് വർത്താനം പറയുമ്പോൾ ഫുൾ കോമഡിയാണ് അവർ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഒരു മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വിമുക്തി നമുക്ക് ഈ ഫിലോമിന ചേച്ചി വരുമ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഫിലോമിന ചേച്ചിയുടെ അവസാന നാളുകൾ ഇവിടെയായിരുന്നു. അവസാന നാളുകൾ അവർ ഇവിടെയായിരുന്നു ചെലവഴിച്ചായിരുന്നത്. അപ്പം അത് മേരി ചേച്ചിയുടെ മകളുണ്ട്. അവർ 3 ആൺപിള്ളേരും എന്താ പറയുക ഒരു പെങ്ങളാണുള്ളത്. റീത്ത എന്നാണ് പേര്. റീത്ത നമ്മുടെ തൊട്ടടുത്ത് തന്നെ അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട്. ഭയങ്കര ഫേമസ് ആയ ഒരു അമ്പലമാണ്. അവിടെ ഇവിടുന്ന് കഷ്ടി തന്നെ ആ മുകളിലേക്ക് കയറുന്ന ആ സ്ഥലത്താണ്. അവിടെയായിരുന്നു അവരുടെ അന്ത്യകാലമൊക്കെ അവർ ഇതായിരുന്നു. മേരി ചേച്ചിയുടെ മകൾ, ഈ ചേച്ചിയുടെ മോളാണ് ശുശ്രൂഷയും പരിപാടികളൊക്കെ നൽകിയായിരുന്നത്. മേരി ചേച്ചിയുടെ മകള് റീത്ത എന്ന് പറയും. ഫിലോമിന ചേച്ചിയുടെ അനിയത്തിയുടെ ഏറ്റവും മൂത്തത് ഫിലോമിന ചേച്ചി ആയിരുന്നു. ഏറ്റവും മൂത്തത് ഫിലോമിന ചേച്ചിയായിരുന്നു. പിന്നെ മേരി ചേച്ചി, അതുപോലെ തന്നെ കൊച്ചൻ ചേച്ചി. അപ്പൊ ഫിലോമിന ചേച്ചിയുടെ അപ്പൻ അമ്മ അവരൊക്കെ എന്താ വിചാരിച്ചു വലപ്പാടാണ് ഉണ്ടായിരുന്നത്. ഫിലോമിന ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നാടക ഇത് കൂടെയാണ് വന്നത്. അതിപ്പോ ആ ഒരു കലാമൂല്യം തന്നെ കൊച്ചൻ ചേച്ചിക്കും അല്ല മേരി ചേച്ചിക്കും കൈമുതലായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു സീജ് പറഞ്ഞൊരു കലാസാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു. അപ്പൊ ഈ മേരി ചേച്ചിയുടെ മക്കളൊക്കെ നാടകവും പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തുടർന്ന് വരുന്ന ഒരു കലാപാരമ്പര്യത്തിന്റെ ആ എന്താ പറയാ കണ്ണികളെ ഇടമുറിയാതെ അവരുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു ഇതായിരുന്നു. അതിൽ ഫിലോമിന ചേർന്ന ഒന്നും കൂടി നല്ല ആ ഒരു പോസിറ്റീവ് വൈബായിട്ട് കോമഡി ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ആൾക്കാരുകളൊക്കെ വരുന്ന സമയത്ത് ഫിലോമിന വന്നു കഴിഞ്ഞാൽ വരും. അപ്പൊ എല്ലാവരും കൂട്ടിയിട്ട് ഇവിടെ വരും. പിന്നെ ഒരു കസേരൊക്കെ ഇട്ടിട്ട് വട്ടളം ഇരുന്നിട്ട്
അപ്പൊ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ അതേപോലെ ഓരോരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ അതിൻ്റെതായ ആ ത്യാഗങ്ങളുടെയും അതേപോലെ തന്നെ കോമഡികളുടെയും അങ്ങനെ കുറെ സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഏത് നിമിഷവും അവരത് പറഞ്ഞ് ഇതായിരുന്നത്. അപ്പൊ ഈ വീട് ഇപ്പൊ വിറ്റോ? ഇതിപ്പോ അവര് കൊടുത്തു. അവരിപ്പോ എല്ലാവരും അവിടെ നിന്ന് ഇതായി റിമൂവായി പോയി എല്ലാവരും അവിടെ. അപ്പൊ പണ്ട് നമ്മുടെ ഫിലോമിന ചേച്ചി താമസിച്ചിരുന്ന ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പോഴും ആളുകൾ ആൾക്കാര് ഇത് ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഇവരൊക്കെ വരാറുണ്ട്. എറണാകുളം, തിരുവനന്തപുരത്ത് നിന്നൊക്കെ സിനിമ മാത്രമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര് ഈ കൊളപ്പുള്ളി ലീല ചേച്ചിയൊക്കെ അവരൊക്കെ സമപ്രായക്കാരല്ല, KPSC എഴുതാ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പറഞ്ഞൊരു സാംസ്കാരിക നഗരമാണ്. കാരണം ആ ഇതുണ്ടല്ലോ, എന്താ പറയാ, വൃദ്ധരുടേതായ ആ ഒരു ഇതുണ്ടല്ലോ, ആ പക്വതയും കോമഡിയും കാര്യങ്ങളും അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക ഭൂമികയാണ് നമ്മുടെ തൃശ്ശൂര്. അപ്പൊ കൊളപ്പുള്ളി ചേച്ചി ഉണ്ട്, അതേപോലെ തന്നെ KPSC എഴുതിയുണ്ട്, പിന്നെ ഫിലോമിന ചേച്ചി ഉണ്ട്. അപ്പൊ അവര് ഒരു വഴിക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പോവും. ഇതിപ്പോ നമുക്കൊരു യോഗം ഉണ്ടായതാണ്. പറഞ്ഞ പോലെ നേരത്തെ വഴി അന്വേഷിച്ചപ്പോ അതാണ് പറഞ്ഞത് നമ്മൾ പോകുന്നു. പക്ഷെ താങ്കൾ തന്നെ വിടാതെ പിന്തുടർന്നത് എന്താണ് അതിന്റെ ഹിസ്റ്ററി. അപ്പൊ അതൊരു നിമിത്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇതേപോലെ ഒരു ചെറിയ പരിപാടികൾ ചെയ്യും. പക്ഷെ നമ്മള് സ്പിരിച്വൽ ആയിട്ട് ചെയ്യണതാണ്. രാജേഷ് മുള്ളൂർക്കര എന്നുള്ള പേരിലൊരു യൂട്യൂബ് ചാനലുണ്ട്. സ്പിരിച്വൽ, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചെയ്യുന്ന ഒരു ചാനലാണ് അത്. അപ്പോൾ നമ്മുടെ ഫിലോമിന ചേച്ചിയുടെ വീട് പൂട്ടിയിട്ടില്ല കേട്ടോ. ആൾതാമസമൊക്കെ ഉണ്ട്, പക്ഷേ ഗേറ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പൂട്ടിയിട്ടേക്കുവാണെന്നാണ്. പക്ഷെ ഇത് പൂട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗേറ്റ് തുറന്ന് അകത്ത് കയറാൻ പോവാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫിലോമിന ചേച്ചി പണ്ട് താമസിച്ച വീട്. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ട് പണ്ടത്തെ വാർക്കയും ബാക്ക് സൈഡ് ഇതാ പണ്ടത്തെ 2 നില വീട് ഓടിട്ടത് അങ്ങനെയാണ് വരുന്നത്. പണ്ടത്തെ നല്ല പ്രൗഢിയുള്ള വീടായിരുന്നു. ഇപ്പോഴും പ്രൗഢിക്ക് കുറവൊന്നുമില്ല, അടിപൊളി വീട് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ബാത്റൂമും പിന്നെ കിണറുണ്ട്. അതൊരു UP സ്കൂൾ മുള്ളൂർക്കര. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം മകളെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഇത് എൻ്റെ മകള് ദുർഗാലക്ഷ്മി. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണുള്ളത്. ആൺകുട്ടി ദുർഗാനാഥ്. ഇപ്പൊ ഈ സ്ഥലം മൊത്തത്തില് ഇവരുടെ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് അവർക്ക് ഒരു അങ്കിൾജി എന്ന് പറഞ്ഞ ആളുടെ ഒരു അമ്മാവൻ, ആ അമ്മാവനാണ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതവര് ഹരിദാസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു റിഗിൽ വർക്ക് ചെയ്യാണ്, ഗൾഫിലാണ്, അങ്ങനെയാണ് വാങ്ങിയത്. അതിനോട് കൂടിയിട്ട് തന്നെ ഈ സ്ഥലം ഒരു വാങ്ങി. ഇതിപ്പോ ഒരു വാടകയ്ക്ക് പുറത്തിറക്കുകയാണ്. മറ്റവരൊന്നും ഇപ്പൊ ആരും ഇവിടെ ഇല്ലല്ലോ. പഴയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പഴയ ഓർമ്മകൾ ഇപ്പൊ മാഡം നേരത്തെ സൂചിപ്പിച്ചില്ല, ASM-NSS UP സ്കൂൾ പറഞ്ഞ്. അപ്പൊ അവരായിട്ട് അവിടെ ഒരു ആദ്യത്തെ ഹെഡ് മാഷായിരുന്നു ഒരു രാമനാഥ് അയ്യര്, രാശപ് മാഷ് എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം ഉള്ളതാണ്. ഈ ASM എന്നുള്ള പേര് വരാൻ തന്നെ അയ്യർ ശാസ്ത്രി മെമ്മോറിയൽ, അതായത് പാലിയത്തെ ആൾക്കാർക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് വന്നതാണ് അയ്യർ ശാസ്ത്രികൾ. ശാബ്ദിക തിലകൻ എന്നുള്ളൊരു ഇതിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ചിട്ട് അങ്ങോരെ മകൻ വിശ്വനാഥ് അയ്യര് ഈ അങ്ങോരെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് 1966 ഈ NSS-ന് അത് കൈമാറിയത്. അതുകൊണ്ടാണ് ASM-NSS. സാധാരണ NSS സ്കൂൾ എന്നല്ലേ പറയാ, ഇത് ASM-NSS ആണ്, അയ്യാർ ശാസ്ത്രി മെമ്മോറിയൽ സ്കൂള്. അപ്പോൾ ഈ അയ്യാർ ശാസ്ത്രിയുടെ അവിടേക്കൊക്കെ ഞങ്ങൾ അന്നത്തെ കാലത്തൊക്കെ പാല് വാങ്ങാൻ ഇതിനൊക്കെ ഇവരുടെ പിള്ളേർ എല്ലാവരും കൂടിയിട്ടൊക്കെ ഞങ്ങൾ കളിച്ച് ചിരിച്ച് നടന്ന് പോയിരുന്നതാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഈ സ്കൂളായിട്ട് ഇവർക്കുണ്ട്. അപ്പം ഇത് എന്തോരം സ്ഥലം ഉണ്ട് ഇത് മൊത്തത്തില്? ഇത് കണ്ടിട്ടൊരു ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പെണ്ണുങ്ങളും ഒരാങ്ങളി ഉണ്ടായിരുന്നു. മൊത്തം 4 പേരാണ്. ആ 4 പേരിലാണ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 നേരത്തെ പേര് പറഞ്ഞല്ലോ. പിന്നെ ഒരാളെ അങ്കിൾജി എന്ന് പറയും. അവര് മദ്രാസിലുണ്ടായിരുന്നു. അങ്ങോട്ട് സ്ഥലമാണ് ഇവർ ആദ്യം വാങ്ങിയത്. 2 പോർഷനും ഒന്നായിരുന്നു. പിന്നെ ഭാഗത്തില് ഈ പറഞ്ഞ പോലെ അവരുടെ ആങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്കിൾജി എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. അതാദ്യം അങ്കിൾജി കൊടുത്തവര് എറണാകുളത്തായിരുന്നു, അല്ല മദ്രാസിലുണ്ടായിരുന്നു. അങ്ങോട്ട് മൊത്തം ഒരു ഏക്കറിന്റെ അടുത്ത് വരും. കുറെ മരങ്ങളും പ്ലാവും മാവും ഒക്കെ ഉണ്ടല്ലേ. മുള്ളൂർക്കര പറഞ്ഞ വളരെ കാമൻ കോയറ്റാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു മതമൈത്രിക്ക് പേര് കേട്ടതാണ്. സപ്പോർട്ട് വരെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ചേട്ടൻ്റെ വീടും കൂടി ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ദാ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച വീടാണ് നേരെ ഓപ്പോസിറ്റ്. അത്രത്തോളം ആത്മബന്ധത്തിലായിരുന്നു ഈ ഒരു ഫിലോമിന ചേച്ചിയുടെ വീടുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുക്കും.